ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി ആനന്ദിന്റെ മുന്നിൽ ഒന്ന് പൊട്ടിക്കരയുവാണ്. സത്യങ്ങളൊക്കെ അങ്ങനെ വെളിപ്പെടുത്തുവാണ്. ആനന്ദെല്ലാം കേട്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ആനന്ദേട്ടന് ഉദ്ദേശിച്ച പോലൊന്നും അല്ല. ഉം. ശരിക്കും വാടക കൊടുക്കാൻ പോലും ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാ ഞങ്ങള് മുന്നോട്ട് ജീവിച്ചോണ്ടിരുന്നേ. അല്ല, ഞങ്ങള് കോടീശ്വരന്മാരൊന്നും അല്ല. അപ്പോഴേക്കും ആനന്ദനും മുഖമൊക്കെ അങ്ങോട്ട് ചുമന്നു. പിന്നീട് ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ട എന്നോട് ക്ഷമിക്ക്. ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാ. ആനന്ദേട്ടനോട് ഞാൻ വിവാഹത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരുന്നു. പിന്നെ ആനന്ദേട്ടൻ പറഞ്ഞല്ലോ സ്കൂളിൽ പോയി പഠിപ്പിക്കാമല്ലോ എന്ന്. പക്ഷെ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് വെറും 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആനന്ദ് ഒന്നുകൂടെ ഞെട്ടി. 10ാം ക്ലാസ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് പഠിക്കാനായിട്ട് ബുദ്ധി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ പഠിപ്പിക്കാനായിട്ട് അച്ഛൻ്റെ ഈ പണമില്ലായിരുന്നു. അതുകൊണ്ടാ എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അച്ഛനോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്താ. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. പഠിപ്പിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് പോവണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇംഗ്ലീഷ് ഒന്ന് നേരെ ചൊവ്വ വായിക്കാൻ പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നേ. ഇനി ഇത് ഞാൻ ആനന്ദനോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഇതൊക്കെ കേട്ടപ്പം ആനന്ദ് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ലല്ലോ. ഇത്രയും നാളും കൂടെ കിടന്ന ഭാര്യ അവള് തന്നോട് ഇങ്ങനെ ചതി ചെയ്യും. അവള് മാത്രമല്ല, അവളുടെ കുടുംബക്കാർ മുഴുവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു. ആനന്ദന്റെ വിവാഹാലോചന വന്നു കഴിഞ്ഞപ്പം ഞാൻ അച്ഛനോടും അമ്മയോടും കരഞ്ഞു പറഞ്ഞ എനിക്ക് വേണ്ട ഈ ആലോചന. കാരണം അത്രയും വലിയൊരു കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് പിടിക്കപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയൊന്നും സമ്മതിച്ചില്ല. അവര് പറഞ്ഞത് പിടിക്കപ്പെടുമ്പോ പിടിക്കപ്പെടട്ടെ എന്ന് പറയുന്നേ, അതുവരെ നീ അവിടെ ജീവിക്കാന്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു. ഞാനിത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാ നിന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട് ആനന്ദേട്ടാ, ഞാൻ പറഞ്ഞാൽ ഒരു സത്യമുണ്ട്. ഞാൻ കാണിച്ചാല് എനിക്ക് ആനന്ദേട്ടനെ ഇഷ്ടമായിരുന്നു. ആനന്ദേട്ടനോടുള്ള ഇഷ്ടത്തിന് ഞാൻ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ല. എന്റെ ജീവനായിരുന്നു ആനന്ദേട്ടൻ. ആനന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ആനന്ദേട്ടൻ അത്രമാത്രം ഇഷ്ടമായിരുന്നു. അത് മാത്രമാണ് ഞാൻ ആനന്ദേട്ടനോട് സത്യം പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആനന്ദേട്ടൻ എനിക്ക് ജീവനാന്ന്. അതിപ്പോഴും അതെ, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതെല്ലാം കേട്ടപ്പോൾ ആനന്ദ് മറുപടി ഒന്നും പറഞ്ഞില്ല. ആനന്ദ് കുറെ സമയം അവിടെ നിന്നു. ആനന്ദിന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ്. കല്യാണോ അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും. ആനന്ദ് അവിടെ നിന്ന് പൊട്ടിക്കരയോ. ആനന്ദിനും ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം താൻ ഇത്രയും വലിയൊരു ചതിയിലാണല്ലോ പെട്ടിരിക്കുന്ന ഒന്നൊരു ചിന്ത ആനന്ദിന്റെ മനസ്സിലുണ്ട്. ശ്രീദേവി ആണെങ്കിൽ അവിടെ നിന്ന് കരച്ചിലോട് കരച്ചില്. ശ്രീദേവി കുറ്റസമ്മതം തന്നെ നടത്തുവാണ്. ഈ സമയത്ത് ബാലൻ കടയിലേക്ക് വന്നു. ഗോമതി സ്റ്റോഴ്സ് വന്നിട്ട് രാമേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉദയഭാനുവിന്റെ ചതിയെക്കുറിച്ച് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാമേട്ടൻ ചോദിച്ചു, നീ എന്താടാ ബാല പറയണേ? സത്യ രാമേട്ടൻ ഞാൻ പറയുന്നേ, അയാളൊരു ഫ്രോഡാ. ഫ്രോഡാണോ? എന്നിട്ട് നീ എന്താടാ ഈ കാര്യം മുമ്പൊന്നും അറിഞ്ഞില്ലേ? ഞാൻ എങ്ങനെ അറിയാനാ രാമേട്ടാ? അന്വേഷിച്ച് കഴിഞ്ഞപ്പോ നല്ല കുടുംബക്കാരാന്നാ അറിയാൻ കഴിഞ്ഞേ. അല്ല, എനിക്കിപ്പോ ഒരു കാര്യം തോന്നുന്നുണ്ട്. അന്ന് ആര്യം വന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? അത് ശരിയാ രാമേട്ടാ, ആര്യം പറഞ്ഞതാ, സംശയം പറഞ്ഞ. പക്ഷെ അന്ന് ഞാൻ ചെവിക്കൊണ്ടില്ല. പിന്നെ എന്റെ മനസ്സിലെ ആഗ്രഹം ആന്റെ മുന്നില് ഉദയഭാനു നല്ലവനാന്ന് തെളിയിച്ചു കൊടുക്കാന്നുള്ളായിരുന്നു. ഓ, അതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ നീ ആകാശിനെയും ധർമ്മനെയും വിട്ടെ. അതെ രാമേട്ട, ആകാശിനെയും ധർമ്മനെയും അന്വേഷിക്കാനായിട്ട് ഞാൻ വിട്ടു. എന്നിട്ട് എന്തായി? ഒടുവില് ബാലിന്റെ മനസ്സിൽ ആ ചിന്തകളും ഓർമ്മകളൊക്കെ വരുവാണ്. ആകാശും ധർമ്മനും കൂടെ ഉദയഭാനുയെ കുറിച്ച് അന്വേഷിക്കാൻ പോയത്. അവരൊരു പെട്ടിച്ചായക്കടയിലാണ് പോയി അന്വേഷിച്ച്. ആ സമയത്ത് ആ കടക്കാരൻ പറഞ്ഞു, ഇതുപോലൊരു ബന്ധം കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ഇഷ്ടം പോലെ പൈസയുണ്ട്. വലിയ മന്ത്രിമാരൊക്കെ ആയിട്ട് അവർക്ക് പിടിപാട്. അതൊക്കെ ഉദയഭാനു പറയിപ്പിച്ച കാര്യമായിരുന്നു. അത് മാത്രല്ല, അവിടുത്തെ പെങ്കൊച്ചെന്നൊക്കെ പറഞ്ഞ നല്ല വിദ്യാഭ്യാസമുള്ള പെങ്കൊച്ചല്ലേ. അതിനാണ് ഇഷ്ടംപോലെ ആലോചന വന്നു. ഉദയഭാനു സാറിന് ആ ആലോചനകളൊന്നും ഒരു താല്പര്യമില്ല. അവിടെ ഒരു ബന്ധം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. സാധാരണക്കാർക്കൊന്നും അത് പറ്റുന്ന കാര്യമല്ല. അതെല്ലാം ധർമ്മനോടും ആകാശനോടും അല്ലേ പറഞ്ഞേ. അവരാ ഒരിടത്ത് മാത്രം ചോദിച്ചിട്ട് അവരതേ ഇവിടെ തന്നെ ബാലനോട് വന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, അവിടെ എന്നെ പറ്റിച്ച് പാലം കിടത്തി ഉദയഭാനു. അന്ന് ആ പെട്ടിക്കട ചോദിച്ച സമയത്ത് അയാളെ ഉദയഭാനു വശത്താക്കിയിരിക്കണം. രാമേട്ടൻ പറഞ്ഞു, അതെ, അതായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അയാൾ ഉദയഭാനുവിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത്. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം അയാളുടെ കാരണം നോക്കി നാളെ അങ്ങോട്ട് പൊട്ടിക്കും ഞാൻ. ബാക്കി അപ്പം തോന്നുപോലെ അങ്ങോട്ട് ചെയ്യും. എടാ, അതൊക്കെ ശരിയാവുന്ന കാര്യമാണോ? പിന്നെ അല്ലാതെ അതേ ശരിയാവത്തുള്ളൂ. അല്ല, ദേവിയുടെ കാര്യത്തിലാണെങ്കിലോ വീട്ടുകാരോടൊപ്പം ചേർന്ന് എന്നെ ചതിച്ചവളാ. ആ കുടുംബത്തിൽ മൊത്തം എല്ലാരും കള്ളത്തരം വഞ്ചനവും മാത്രമേ ഉള്ളൂ. അപ്പൊ അവളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല.
അവളെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഏ, ഇറക്കി വിടാനാ? അല്ലാതെ പിന്നെ അവളെ ഞാൻ വെച്ച് പൂവിട്ട് പൂജിക്കണോ? എൻ്റെ അടുത്ത് ബാലച്ചാന്നും വിളിച്ചോണ്ട് വന്ന് അഭിനയിക്കുമായിരുന്നു അവള്. കുടുംബത്തിലുള്ളവരെ മൊത്തം അല്ലേ നാണം കെടുത്തിയത്. അപ്പൊ അവളെ ഞാൻ വെറുതെ വിടുവോ? ഒരു കാരണവശാലും അല്ല, ഇറക്കി വിടും. അതും പറഞ്ഞ് ബാലിനിങ്ങനെ പോകാൻ തുടങ്ങിയപ്പോ രാമേട്ടൻ വിളിച്ചു, നീ അവളെ നിന്നേ. എന്താ നീ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ നീ ആയിരിക്കും തെറ്റുകാരനാന്നേ. അതെങ്ങനെയാ രാമേട്ട ഞാൻ തെറ്റുകാരനാന്നേ? എനിക്ക് തെറ്റുകാരനൊന്നും പറ്റില്ല. നീ എന്താടാ ബാല പറയണേ? ഈ ആലോചന കൊണ്ടുവന്നാരാ? നീയല്ലേ? അതെ. എടാ, ഇതെങ്ങാനും വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാരും നിന്റെ നേർക്കായിരിക്കും വിരൽ ചൂണ്ടുന്നേ. എന്റെ നേർക്കോ? അതെ, നീയാണ് തെറ്റുകാരന്. കാരണം ശരിക്കും ഒന്ന് അന്വേഷിക്കാതെ ഈ ബന്ധം നടത്തി. പിന്നെ ഇത്രയും കാലം നീ അവരെ കുറിച്ച് പുകഴ്ത്തി പറയുമായിരുന്നല്ലോ. ആകാശിനെ ആരിനെയൊക്കെ ചെറുതായി കണ്ട് നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും? ഇത്രയും നല്ലൊരു ബന്ധം കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതിക്കൊക്കെ സഹിക്കാൻ പറ്റുമോ? ആനന്ദ് നിന്നെ വെറുതെ വിടുവോ? ഒരിക്കലും ഇല്ല. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്നെ അവർ ഒറ്റപ്പെടുത്തും കുടുംബത്തിലുള്ളവര്. അതൊക്കെ ചിന്തിച്ചിട്ട് വേണം നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനായിട്ട്. ബാലൻ പറഞ്ഞു, രാമേട്ട അത് ഞാനിവിടെ തെറ്റ് ചെയ്തില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേങ്കില് കുടുംബക്കാരൻ നോക്കുമ്പോൾ നീ കൊണ്ടുവന്ന ആലോചനയാ. നീ അത് എന്തുകൊണ്ട് നല്ല രീതിയിൽ നോക്കിയും കണ്ടും ചെയ്തില്ല. അപ്പൊ അവര് നിന്നെയോ കുറ്റപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഞാൻ പറയാനുള്ള പറഞ്ഞു. അതും പറഞ്ഞ് രാമേട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ബാലനാകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? താൻ ഇത് വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമേട്ടൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. തന്നെ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തും. പോരാത്താൻ ആരിന്? അവനൊന്നും മര്യാദയ്ക്ക് പറഞ്ഞ അവന്റെ വാക്കുകൾ കേൾക്കുമായിരുന്നെങ്കിൽ ഇന്നിതൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ ആ സമയത്ത് തനിക്ക് അഹങ്കാരം വരുത്തോണ്ട് താൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. ഇപ്പൊ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത ആ മനസ്സിലേക്ക് അങ്ങോട്ട് വരുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ ബാലന്. കാരണം താൻ തന്നെയാണല്ലോ ഈ കുരിശെടുത്ത് തലയെ വെച്ചേ. അങ്ങനെ പെട്ടെന്നെടുത്ത് കളയാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നു. ആ സമയം ശ്രീദേവി ആനന്ദനോട് പറഞ്ഞു, ആനന്ദേട്ടാ, ആനന്ദേട്ടൻ എന്ത് ശിക്ഷ വേണമല്ലോ എനിക്ക് തന്നോ. എന്ത് വേണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. കാരണം ആനന്ദേട്ടന്റെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ചേ. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എതിർപ്പ് അകമടിച്ച് ഞാൻ അല്ല അച്ഛനെ അമ്മയുടെയൊക്കെ മനസ്സ് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഇഷ്ടം നോക്കിക്കൊണ്ട് ഒരിക്കലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. അവര് വലിയ വീട്ടിലെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഞാൻ എതിർത്തെങ്കിലും ആനന്ദേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. അതുകൊണ്ട് ആ തെറ്റിന് എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാ. അതപ്പോ ആനന്ദ് ഒന്നും മിണ്ടിയില്ല. ആനന്ദേട്ട പറയാനന്ദേട്ട, ആനന്ദേട്ട എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക. എന്റെ നെഞ്ചു പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ആനന്ദേട്ടനെ ഇഷ്ടമില്ലെന്ന് മാത്രം ഞാൻ ഒരിക്കലും പറയില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാ. ആനന്ദേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ട് വിടുവോ, എന്നെ കൊന്നു കളയോ, എന്ത് വേണം ചെയ്തോ, എന്റെ കർണത്തടിച്ചോ വേണമെങ്കിൽ ഞാൻ നിന്ന് കൊള്ളത്തുള്ളൂ. ഇപ്പൊ വേണേ ആനന്ദേട്ടൻ എന്നെ തല്ലിക്കോ. പക്ഷെ ആനന്ദ് ഒന്നും പറഞ്ഞുമില്ല, മിണ്ടിയില്ല. പിന്നീട് ആനന്ദ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ശ്രീദേവിയോട് കയറാൻ പറഞ്ഞു. ശ്രീദേവി കയറി. അങ്ങനെ ശ്രീദേവിയും കൊണ്ട് ആനന്ദ് അങ്ങോട്ടേക്ക് പോവാ. ശ്രീദേവിക്ക് എങ്ങോട്ടാ പോകുന്നത് എന്താന്ന് പോലും അറിയത്തില്ല. ശ്രീദേവി ഒരു കാര്യം പറഞ്ഞു, ആനന്ദേട്ടൻ ഒരു കാര്യമുണ്ട്. ഈ കാര്യം നമ്മൾ രണ്ടും മാത്രം അറിയാൻ പാടുള്ളൂ. ആനന്ദേട്ടൻ വീട്ടിൽ അറിയരുത്. അത് മാത്രം എനിക്ക് അപേക്ഷയുള്ളൂ. എന്നെ എന്ത് വെള്ളം ചെയ്തോ എന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. ആനന്ദ് ഒന്നും മിണ്ടിയില്ല, അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ശ്രീദേവിയുടെ വീടിന്റെ ഗേറ്റിന് മുന്നിലേക്ക് വണ്ടി കൊണ്ട് നിർത്തി ഇറങ്ങാൻ പറഞ്ഞു. ശ്രീദേവി ഇറങ്ങി. ആനന്ദ് അങ്ങോട്ടേക്ക് ശ്രീദേവിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് കയറി പോവാണ്. അപ്പോഴേക്കാണ് ഉദയഭാനു കഥക് തുറന്ന് ഇറങ്ങി വരുന്നേ. മോനും മോളും കൂടെ വരുന്നുണ്ട്. ദൈവമേ, വിഗ്ഗൊന്നും തലയിലില്ല. പെട്ടെന്ന് തന്നെ ഉദയഭാനു അകത്തേക്ക് കയറി ഓടി വിഗ് വെക്കാനായിട്ട്. ആ സമയം ശ്രീദേവിയുടെ കൈയും പിടിച്ചോണ്ട് ആനന്ദ് അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി നിങ്ങൾ നോക്കുവാണ്. അവരാരെ കണ്ടില്ല. അപ്പോഴേക്കുമാണ് ശ്രീകല അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകല വീട്ടില് സാധാരണ ഉപയോഗിക്കാനുള്ള ഡ്രസ്സൊക്കെ തന്നെയായിരുന്നു. മുഷിഞ്ഞൊരു സാരി, ആഭരണങ്ങളൊന്നുമില്ല, കഴുത്തിലൊരു ചരട്, അങ്ങനെയൊക്കെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, ഇതാരും മോളും ആനന്ദ് മോനുമോ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ? ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടൊക്കെ ഒന്ന് വന്നുകൂടായിരുന്നോ എന്നൊക്കെ പറയാ. ശ്രീദേവി വല്ലാത്തൊരു ഞെട്ടൽ നിൽക്കുക. എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് ശ്രീദേവിക്കും അറിയില്ല. എന്നാലും മോനെ, ഇവിടെ കൊണ്ട് വരുന്ന സമയത്ത് ഒന്ന് വിളിക്കാൻ വരായിരുന്നു ഈ അമ്മയുടെ ഫോണിലേക്ക്. അപ്പോഴേക്കും ആനന്ദ് അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ആനന്ദ് അടുത്തേക്ക് ചോദിച്ചു, ഓഹോ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒറിജിനൽ കോലം അല്ലേന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം ശ്രീകല ഇങ്ങനെ നോക്കി. പെട്ടെന്നാണ് ശ്രീകലയ്ക്ക് ബോധോദയം ഉണ്ടായത്. കാരണം വീട്ടിൽ ഇരുന്ന് ആ കണ്ട സന്തോഷത്തിൽ ഓടി അങ്ങോട്ട് വന്നാണ്. കോസ്റ്റ്യൂംസ് ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തിയേ അടുത്ത ആൾ എന്തേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിഗൊക്കെ പെട്ടെന്ന് പോയി വെച്ച് ഉദയഭാനു ഒരു ഫോണൊക്കെ കൈപ്പിടിച്ച് സ്റ്റെയർകേസ് ഇറങ്ങി അങ്ങോട്ട് വരുവാണ്. താൻ വലിയ ആളാന്നുള്ള മട്ടില്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.